ഹല്ലേലൂയ. എബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ മകദോന്യ സഭ ഏതവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്? കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴും അവര് സന്തോഷം. ഇത് ഇവിടെ ഈ ഒരു അവസ്ഥ എവിടെയെങ്കിലും കാണാൻ പറ്റും? പണ്ടുള്ള കാലങ്ങളിൽ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പെന്തക്കോസ്ത് സമൂഹം ഈ ഭൂമി ജീവിച്ചിരുന്നു. അവർക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഒക്കെയാണ്. അവരുടെ വീട്ടിൽ ചാണാൻ മേഞ്ഞ വീടാണ്. ഞാനതിൽ വീട്ടിൽ കിടന്നിട്ടുള്ളതുകൊണ്ടായി പറയണത്. ചാണാൻ മേഞ്ഞ വീട്ടിൽ കിടന്നിട്ട് ഇപ്പോൾ ടൈലിട്ട് വീട്ടിൽ കിടന്നിട്ട് എന്താ വിശേഷം? ചാണാൻ മേഞ്ഞ വീട്ടിൽ കിടക്കുകയും ഓല മേയുകയും കിണറ്റിലെ വെള്ളം കുടിക്കുകയും കൃഷി ചെയ്ത് ജീവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഭക്തന്മാരുടെ സന്തോഷമൊക്കെ ഇന്നത്തെ വിദേശ പണം കൊണ്ട് കൊഴുപ്പിച്ച് ജീവിക്കുന്ന സൂര്യന്മാർക്കില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർക്കുണ്ടായ സന്തോഷവും സമാധാനവും സൗഖ്യവും വിടുതൽ വന്നില്ല. രോഗിയായിട്ട് പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാസ്റ്റർമാർ ഒത്തിരി പേർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ ഷമൽ പറഞ്ഞ് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഒരു സഭയിലെ ഒരു രോഗി അസുഖമായാൽ പാസ്റ്ററിൻ്റെ പ്രസ്താവന, ചാക്കോച്ചാൻ സുഖമില്ല കിടക്കുകയാണ്, എണീക്കാൻ വയ്യ, സഭയെല്ലാം കൂടി തിങ്കൾ ചൊവ്വ ബുധൻ അവിടെ ഉപവാസ പ്രാർത്ഥനയാണ്, എല്ലാവരും വരണം, ജോലിയും കൂലിയും എല്ലാം കളഞ്ഞിട്ട് അവിടെ വരും. 3 ദിവസം അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ചാക്കോച്ചാൻ 4-ാമത്തെ ദിവസം എഴുന്നേറ്റ് ജോലിക്ക് പോകും. ഇന്നോ ഏറ്റവും നല്ല ഹോസ്പിറ്റല്, ഏറ്റവും നല്ല സ്പെഷ്യലിസ്റ്റ്, പിന്നെ ജീവിത സൗകര്യങ്ങൾ. അവസാനം ഡോക്ടർമാർ അവനെ കിട്ടാൻ കാത്തിരിക്കുക അങ്ങോട്ട്. അവൻ്റെ പേഴ്സ് തൊട്ട് അണ്ടർവെയർ തൊട്ട് എല്ലാം കീറി മുറിച്ച് 15, 25, ഒരു ഭക്തൻ ചെലവഴിച്ചത് 16.5 ലക്ഷം രൂപയാണ്. ഹോസ്പിറ്റലിൽ കിടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 16 ലക്ഷം രൂപ സന്തോഷത്തോടെ എഴുതി കൊടുത്തു ഭക്തൻ. ഗൂഗിൾ പേയാ എന്തോ പേയാ കണ്ട് ചെയ്തു കൊടുത്തു. മനസ്സിലായ? രോഗികൾ എന്ത് ചെയ്യും? പഴയ നിയമത്ത് പണ്ടുള്ള കാലങ്ങളിൽ, ഇന്നേക്ക് 1945, 45, 50, 65, 70 കാലഘട്ടത്തിലെ കാര്യമായി പറയണം. വലിയ ഇതൊന്നുമില്ല, നൂറ്റാണ്ടുകളൊന്നും പോയിട്ടില്ല. നമ്മുടെ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വിശ്വാസികളുടെ ചരിത്രമായി പറയുന്നത്. അവർ കൂടിയിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് യാക്കോബ് പറഞ്ഞ ഒരവസ്ഥ അവർ ചെയ്യും. അത് ചെയ്യും, അത് ഉറപ്പാണ്. യാക്കോബ് എന്താ പറഞ്ഞു? രോഗിയായിട്ടിരിക്കുമ്പോൾ പറ, ഒരു ക്യാഷ് പ്രൈസ് തരാൻ പറ. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. ഏകമനസ്സോടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് കിട്ടും? അത്ഭുത സൗഖ്യം. ഇന്നോ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ അതോടെ ചത്തുപോകും. കാരണം ക്രമീകരണം പ്രാപിക്കാത്ത വിശ്വാസികളല്ലേ. അവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കാനാ? പാപങ്ങളെ ഏറ്റുപറഞ്ഞായിരിക്കുന്നവരല്ലേ. പാപം ചെയ്തു കണ്ടേന് കിടക്കണം, കൊന്നുകൂട്ടി പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വേണ്ടി പ്രാർത്ഥിച്ചാൽ ചത്തുപോലെ ചെയ്യണവൻ. ഇത് ഞാനതൊക്കെ തുറന്നു പറയുക, അല്ലെങ്കിൽ പിന്നെയൊക്കെ മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാനാ? യുദ്ധം അതൊക്കെ വന്ന് എല്ലാം ഒരുമിച്ച് ചാകാൻ പോവുക. മുല്ലപ്രിയാരൊന്നും എല്ലാം കൂടി പൊട്ടി വരാൻ പോകണമെന്ന് അവർ പറയുന്നു. എന്തായാലും തീരാൻ പോവാ, ഉറപ്പാ. അധിക കാലം ഭൂമിക്കില്ലെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. അതിനു മുമ്പ് നമ്മളൊക്കെ നന്നായിട്ട് മാനസാന്തരപ്പെട്ട് നിത്യതയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാൻ നമുക്ക്. പ്രിയമുള്ളവരെ, യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം എന്താ പറയുന്നത്? പറ. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവൻ്റെ മേലായി, അല്ലേ? നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുവന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. സ്തോത്രം. കർത്താവിൽ വിശ്വസിച്ചാൽ നമുക്ക് സൗഖ്യമുണ്ടെന്ന് തന്നെയാണ് വേദഭാഗങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ. യെശയ്യാവ് 53-ന്റെ 4-5 എന്താ? അതൊന്ന് വായിച്ച് കഴിഞ്ഞപ്പോൾ മറന്നുപോയി, പെട്ടെന്നങ്ങ് മറന്നുപോയി. മറപ്പിച്ചുള്ള ഈ വാക്യമൊക്കെ സാധ്യത അത് നമ്മൾ എടുത്ത് വായിക്കുക തന്നെ ചെയ്യണം, അതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വേദനകളെ അവൻ ചുമന്നു. പുസ്തകത്തിൽ കിടക്കുക. ഇത് പുസ്തകത്തിൽ കിടക്കാന്നിത് നമ്മുടെ തലയിലേക്ക് വരണം. ഈ വാക്യം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനയെ അവൻ ചുമന്നു. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളും ഈ വചനത്തിന്റെ വെളിപ്പാടുകളും ഇന്ന് വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് അറ്റുപോയി. പോയില്ലേ സൗര? അറ്റുപോയി. വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് അറ്റുപോയി. ഭൗതിക അനുഗ്രഹം പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു പാസ്റ്റർ പ്രസംഗിച്ചാൽ അത് വചന വിരുദ്ധമാണെന്ന് നമ്മൾ അപ്പം തന്നെ വിധി എഴുതണം.
കാരണം ദൈവം ആത്മീകമായിട്ടാണ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. സ്വർഗീയമായ വിളിയാണ് നമ്മുടെ മേൽ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. സ്വർഗീയമായ വിളിയും സ്വർഗീയമായ അനുഗ്രഹവും പ്രാപിച്ച വ്യക്തി പിന്നെ ഭൗതികത്തിന്റെ പിറകെ പോകാൻ പാടില്ല. അവരോട് കർത്താവ് പറയുന്നത് എന്താ? ആദിയിൽ അവന്റെ രാജ്യവും നീതിയും. ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ബാക്കി എല്ലാം കിട്ടുമെന്നില്ല. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കുടിക്കും, എന്നാൽ അതിലെല്ലാം ഉണ്ട്. ഒരു ഭക്തന് വേണ്ടുന്ന എല്ലാ പാക്കേജും ഈ ദൈവരാജ്യവും ദൈവനീതി അന്വേഷിക്കുമ്പോൾ അതിലുണ്ട്. ഞാനത് വിശ്വസിക്കുന്നവനാ. ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് തരും. ആവശ്യത്തിൽ കൂടുതൽ തരത്തില്ല. കൂടുതൽ തന്നു കഴിഞ്ഞാൽ, പണ്ട് സുവിശേഷത്തിൽ ഒരുത്തൻ ഒരു നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? മോശയുടെ പ്രമാണം അനുസരിക്കുക. അയ്യോ, ചെറുപ്പത്തിലേ ഞാൻ അനുസരിക്കും. നല്ലൊരു ഭക്തനാണ്. ഇന്നത്തെ പെന്തക്കോസ്തുകാരെക്കാൾ എത്രയോ നല്ല ഭക്തനാണത്. എല്ലാം അനുസരിക്കുന്ന വ്യക്തി. ഒരു കുറവ് നിനക്കുണ്ട്. എന്താണ്? നിനക്കുള്ളത് വിറ്റ് എന്നിട്ട് എൻ്റെ പിന്നാലെ. അപ്പോൾ ഈ ഭൗതികം കൊണ്ട് ആത്മീയ അനുഗ്രഹം പ്രാപിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നടക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് വചനത്തിൻ്റെ വ്യവസ്ഥയാണ്. തക്കായിനെയും ദൈവം അടിച്ചുരുട്ടി ഉണ്മാൻ ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന പരുവത്തിൽ കൊണ്ടുവന്നിട്ടാണ് തക്കായി എന്ത് ചെയ്തത്? സ്വർഗത്തെ പോകാനിടയാക്കിയത്. അത് ഈ വചനത്തിൻ്റെ വ്യവസ്ഥയാണ്. പൗലൂസിന് വലിയ ധനം ഉണ്ടായിരുന്നു. ആ ധനം മുഴുവൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് പൗലൂസ് വിട്ടിട്ട് എന്ത് ചെയ്തു? ഒന്നുമില്ലാത്തവനായി തീർന്നു. ഒന്നുമില്ലാത്തവനായി തീർന്നു പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കല്ലേ. അവൻ ആത്മീയ അനുഗ്രഹത്തിൻ്റെ സമ്പന്നനായിരുന്നു. കോടീശ്വരനായിരുന്നു പൗലൂസ്. ആത്മീയ അനുഗ്രഹത്താൽ പൗലൂസ് കോടീശ്വരനായിരുന്നു. ഭൗതികമായി ഒന്നുമില്ലായിരുന്നു. തണുപ്പ് കൂടി ഇങ്ങോട്ട് വന്ന സമയത്ത് താനെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. തിമോഥെയോസേ, നീ വരുമ്പോൾ എൻ്റെ പഴയ പുതുപ്പും ചർമ്മലിഖിതവും പുസ്തകങ്ങളും കൊണ്ടുവരണം. എന്താ കാര്യം? ഞാൻ മനസ്സിലാക്കുന്ന ഒരു പുതിയ പുതപ്പ് മേടിക്കാൻ പുള്ളിക്കില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് പഴയ അതേ പുതപ്പ് സൗരന്മാരാരെങ്കിലും കഴുകി അവിടെ അങ്ങ് ഉപയോഗിച്ചോ എന്നങ്ങ് പറഞ്ഞാൽ പോരെ. എൻ്റെ ഒരു നിഗമനമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പുസ്തകത്തിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ പുതിയതൊന്നും മേടിക്കാനില്ല. നമുക്കോ പുതപ്പിൻ്റെ അയ്യരുകൾ ഇല്ലേ? ഏത് പുതയ്ക്കണമെന്നറിയത്തില്ല. സ്പെയിനിൻ്റെ കമ്പിളി 4 അല്ലേ? ഇഷ്ടംപോലെ പുതപ്പ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് മനസ്സിലാക്കണം, കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഭക്തന്മാർക്ക് എപ്പോഴും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകും. അത് എന്തിനാണെന്നറിയാമോ? കർത്താവിനെ വിട്ടുപോകാതെ അറിഞ്ഞ് ജീവിക്കാനാണ്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു കർത്താവിനെ സേവിക്കത്തില്ല. ആ പൗലൂസിൻ്റെ മാരകമായ രോഗം വിട്ടുമാറാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ അരുളപ്പാടൊന്നുണ്ടായി, എൻ്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിൽ എൻ്റെ കൃപ തികഞ്ഞു വരും. അങ്ങനെ ദൈവകൃപയിൽ നിറഞ്ഞു ജീവിച്ച ഭക്തന്മാരുടെ ചരിത്രമായി വേദപുസ്തകത്തിൽ കാണുന്നത്. ദൈവകൃപയിലാണ് അവർ നിറഞ്ഞു ജീവിച്ചത്. ഇപ്പം നമ്മൾ ജീവിക്കുന്ന മുഴുവൻ വേറെന്തൊക്കെയോ നേടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവകൃപയൊന്നും നമുക്കില്ല. ദൈവകൃപയിലുമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിലും പ്രാപ്തിയിലും ബുദ്ധിയിലും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒക്കെ വിട്ടിട്ട് ദൈവകൃപയിൽ ശരണപ്പെടാൻ ഇതുപോലെ കാലം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. കൃപയിൽ ശരണപ്പെടേ. ഒന്നുമില്ലെന്ന് വന്നാലും ശരി, തിന്നാലോ കുടിക്കാനോ ഉടുക്കാനോ ഒന്നും ഇല്ലെന്ന് വന്നാലും ദൈവകൃപയിൽ നീ ശരണപ്പെട്ടോ. നിനക്ക് ആവശ്യമുള്ളത് ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് തരുമെന്ന് പറഞ്ഞത് അതങ്ങനെ തന്നെയാണ്. ആ വാക്യത്തിന് യാതൊരു കോട്ടവുമില്ല. നീതിമാന്റെ സന്തതി അപ്പം ഇറക്കുന്നത് കണ്ടിട്ടില്ല, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും ആവശ്യമായ നന്മ അതാത് സമയങ്ങളിൽ തരും. കൂടുതലൊന്നും കാണത്തില്ല. ബാങ്കിൽ കൊണ്ടിടാനൊന്നും കാണത്തില്ല. ബാങ്കിൽ കൊണ്ടിട്ട് ക്ലിപ്പ് അവിടുത്തെ പേര് കൂട്ടി 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 തലവും മേടിച്ച് പേര് കൂട്ടിയിട്ടിരിക്കുന്നത് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. അത് മനസ്സിലാക്കണം നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. ഹല്ലേലൂയ. അനീതിയുള്ള മാമോൻ എന്നാണ് ധനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അനീതിയുള്ള മാമോൻ, അത് അനീതിയാണ്. അത് വാരി കൂട്ടും തോറും അനീതിയിലേക്ക് പോകും. നീതി ചെയ്യാൻ പറ്റത്തില്ല. നീതി ചെയ്യാന്ന് പറഞ്ഞാൽ വചനം അനുസരിക്കുക. വചനം അനുസരിക്കാനായിട്ട് ഈ അനീതിയുള്ള മാമോൻ നമ്മെ സമ്മതിക്കില്ല. ഈ ധനം നമ്മെ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ധനം ഉണ്ടെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം.
വർദ്ധിച്ചു വരാൻ ഒരിക്കലും അനുവദിക്കരുത്. കൂട്ടിവെക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. പലരും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി, ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്ന് ഭൗതിക വേദപുസ്തകം എടുത്ത് പ്രസംഗിച്ച് കാശുണ്ടാക്കുക ചെയ്യുന്നത്. വേദപുസ്തകം എടുത്ത് പ്രസംഗിച്ച് കാശുണ്ടാക്കുക പലരും. അത് മഹാപാപമാണെന്ന് ദൈവമക്കൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. കഞ്ഞിയും പയറുവാണെങ്കിൽ സന്തോഷം. മട്ടനും ചിക്കനും കുട്ടനും അടിച്ച് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നതല്ലേ കഞ്ഞിയും പയറും കുടിക്കുന്ന നല്ലത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരുന്നു. ആ സ്വർഗീയമായ അനുഗ്രഹത്താലാണ് ആരെ അനുഗ്രഹിച്ചത്? അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും മോശയെയും ദാവീദിനെയും പഴയ നിയമത്തിലെ അതിഗായകന്മാരായ ഭക്തന്മാരെ മുഴുവൻ അനുഗ്രഹിച്ചത് ഭൗതികമായിരുന്നു എങ്കിലും അവർ ആത്മീകത്തിൽ സമ്പന്നരായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് ഭൗതികം വന്നപ്പോൾ ആത്മീകത്തെ പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞ അനേക ശുശ്രൂഷ വൃന്ദങ്ങളെ എനിക്കറിയാം, അനേക ധനാഢ്യന്മാരെ എനിക്കറിയാം, അനേക ഉന്നതന്മാരെന്ന് പറയുന്നവരെ എനിക്കറിയാം. അതെല്ലാം ദൈവസന്നിധിയിൽ വലിയ കൃത്യവിലോപമാണ്. ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്ന യേശുവിനെ കുറിച്ചും മോശയെക്കുറിച്ചും പഠിപ്പിക്കുന്ന ആ ഭാഗം നമ്മൾ നന്നായിട്ട് പഠിക്കണം. മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്ന ഭൃത്യന് സാക്ഷ്യം പറയുന്നതാണ്. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ, ദൈവപുത്രനായിട്ടാണ് യേശു അധികാരിയായ പുത്രനായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മോശയോ അരുളപ്പാടുകൾ അരുളി ചെയ്യുന്ന ഭൃത്യൻ. യേശു ക്രിസ്തു ആരാണോ? പുത്രൻ. അല്ല, ഞാൻ കൊരിന്ത്യലേഖനത്തിൽ നിന്ന് ആ വാക്യത്തിൽ നിന്ന് അങ്ങോട്ട് പോയത്. യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നനാകേണ്ടത്. ഏത് സമ്പന്നത? ആത്മീയ സമ്പന്നത. അത് ഹൃദയത്തിൽ നിന്ന് ആ വിഷയം പോകരുത്. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന മുഴുവൻ ആത്മീക സമ്പന്നതയാണ്. വിശ്വാസത്തിൽ സമ്പന്നത, പ്രത്യാശയിൽ സമ്പന്നത, സന്തോഷ സമൃദ്ധി, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി, പ്രത്യാശയുടെ സമൃദ്ധി, എല്ലാ സ്പിരിച്വൽ സമൃദ്ധിയാണ് പുതിയ നിയമം വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന മുഴുവനതാ. അവർക്ക് തിന്നാനും കുടിക്കാനില്ലേ, അവർ സമ്പന്നനായിരുന്നു. ആ ഒരു വാക്യം ഞാൻ എടുത്തു തരാതെ എൻ്റെ ഹൃദയത്തിലോട്ട് അങ്ങ് ഓടി വരിക. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം എടുത്ത്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് ചെറിയ വാക്യം. ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 10-ാം വാക്യം, 6-ന്റെ 10 വായിച്ചേ. ആ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു, ദരിദ്രരെങ്കിലും. അതാണ് പലരെയും സമ്പന്നനാക്കുന്നത്. അത് ആത്മീക സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ ദരിദ്രരാണ്, പക്ഷെ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ പലരെയും സമ്പന്നരാക്കുന്നു. ഈ ദരിദ്രനായ പത്രോസ് ആത്മീക സമ്പന്നനായിട്ടിരിക്കുക. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആത്മീക ദരിദ്രന്മാർ വരുമ്പോൾ അവരെ വചനം പ്രസംഗിച്ച് ഉപദേശം പഠിപ്പിച്ച് അവരെ ആത്മീക സമ്പന്നതയിലേക്ക് നടത്തുക. ഇന്ന് പാസ്റ്റർമാർ നേരെ തിരിച്ചാ ചെയ്യണേ. ഉന്നതന്മാർ വലിയ വലിയ ഭൗതിക സമ്പന്നർ വരുമ്പോൾ ഇവർ പ്രസംഗിച്ച് അവൻ്റെ സമ്പത്ത് മുഴുവൻ അടിച്ചു മാറ്റുക ചെയ്യുന്നു. ഒരു പാസ്റ്റർ പറഞ്ഞു, എൻ്റെ ഹോളിൽ ഒരു സമ്പന്നം വന്നിരിപ്പുണ്ടെന്ന്, കോടീശ്വരൻ. അപ്പോൾ പുള്ളിയുടെ ഉള്ളിൽ കിടക്കുന്നത് അവരിൽ നിന്ന് എനിക്ക് കിട്ടുമെന്നുള്ള ചിന്തയല്ലേ അത്. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ. വലിയ വിചിത്രമായിട്ട് തോന്നി. നല്ലൊരു പാസ്റ്ററാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ടാ വല്ലാത്ത അവസ്ഥയാണ്. ഈ സമ്പന്നന്മാരെ നമ്മൾ വളഞ്ഞ് ചെകഞ്ഞ് പിടിക്കരുത്. ഒരു സമ്പന്നൻ നമ്മുടെ കൂട്ടായ്മയിൽ വന്നാൽ വചനം പ്രസംഗിക്കുക, മുഖം നോക്കാതെ വചനം പ്രസംഗിക്കുക. അവൻ പ്രസംഗിച്ച് അവനെ ആ ഭൗതിക സമ്പത്തിലുള്ള പിടി ആത്മീക സമ്പത്തിലേക്ക് കൊണ്ടുവരിക. മനസ്സിലാവട്ടെ ഞാൻ പറയുന്നത്? അവൻ്റെ ഭൗതിക സമ്പത്തിന്മേലുള്ള ആഗ്രഹം. കർത്താവ് പറഞ്ഞില്ലേ, കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും പുഴുവരിക്കുകയും തുരുമ്പെടുക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത പുഴുവരിക്കാത്ത എന്ത് ചെയ്യണം? സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം. ഭൂമിയിൽ സ്വരൂപിക്കരുത്, സ്വർഗത്തിൽ സ്വരൂപിക്കണം.
സ്വർഗത്തിൽ സ്വരൂപിക്കുന്ന എന്താ? ഡോളറോ? ആത്മീയമായ അനുഭവങ്ങൾ, പ്രത്യാശ, സന്തോഷം, സമാധാനം, ഇതിലൊക്കെ സമൃദ്ധി പ്രാപിക്കുക. തീത്തോസിന്റെ ലേഖന ഭാഷയിൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുക. പൗലോസിന്റെ ഭാഷ പറഞ്ഞ വിശ്വാസത്തിൽ സമ്പന്നരാകുക. യാക്കോബ്, അവൻ ദരിദ്രരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. പത്രോസ്, യോഹന്നാൻ, യാക്കോബൊക്കെ വിശ്വാസത്തിൽ ആരായിരുന്നു? സമ്പന്നനായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. യേശുക്രിസ്തു സമ്പന്നനായിരുന്നു, ശരി. നമ്മളെ സമ്പന്നനാക്കാൻ അവൻ ആരായി മാറി? ദരിദ്രനായിട്ട്. അതിനെ ഇന്നത്തെ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും അതിനെ തിരിച്ചു പഠിപ്പിക്കുക. നിന്റെ കഷ്ടത മാറ്റാനാണ് യേശു ഭൂമിയിൽ വന്നത്. നിന്റെ ദാരിദ്ര്യം മാറ്റാനാണ് നിന്റെ ഭൂമിയിൽ യേശു വന്നത്. നിന്റെ സൈക്കിൾ മാറ്റി ബൈക്ക് തരാനാണ്, ബൈക്ക് മാറ്റി കാറ് തരാനാ, ആ ചെറിയ കാറ് മാറ്റി മെഴ്സിഡസ് തരാനാ. ഇതൊക്കെ പറഞ്ഞ് 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 വിശ്വാസികൾക്ക് ഇപ്പം എന്തു പറ്റി? സമ്പത്ത് കുമിഞ്ഞുകൂടി. ആ സമ്പത്തിൻ്റെ ഉച്ഛിഷ്ടങ്ങൾ തിന്ന് എവരും സന്തോഷിച്ച് ജീവിക്കുക. അവസാനം കർത്താവിൻ്റെ വരവിൽ ഒരു കൈവിടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് ശക്തിയോടെ പറയുന്നതെന്ന് ഇതുപോലെ കാലം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കാരെയും ആക്ഷേപിക്കാനും ആരെയും ഖണ്ഡിക്കാനും ഒന്നും ആഗ്രഹവും താല്പര്യമൊന്നുമില്ല. പക്ഷേ നമ്മളെ പിടിച്ചാൽ പുളിങ്കൊമ്പി പിടിക്കണമെന്ന് പണ്ടൊരു പഴമൊഴിയുണ്ട്. പിടിച്ചാൽ എന്ത് ചെയ്യണം? പുളിങ്കൊമ്പി പിടിക്കണം. പപ്പങ്ങ കൊമ്പി പിടിച്ചാൽ എന്ത് പറ്റും? ഇണിഞ്ഞിങ്ങോട്ട് പോരും. മാവിൻ്റെ കൊമ്പി പിടിച്ചാലും ഇണിന്ന് പോരും. പുളിങ്കൊമ്പി പിടിച്ചാൽ ഇണിയത്തില്ല. ഒരു ചെറിയ കമ്പാണെങ്കിൽ അവിടെ പിടിച്ചു കിടക്കാം, നല്ല ബലമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം സ്വർഗീയമായ ആത്മീകമായ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് ആത്മീക സമ്പന്നരായി നമ്മൾ ജീവിക്കണം. അതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഭൗതികമായ ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. പക്ഷെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ആരും പട്ടിണി കിടന്ന് ചത്ത ചരിത്രം ഇല്ല. അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കും. ആവശ്യത്തിലധികം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ചിന്തിച്ചോ, അത് കർത്താവല്ല കൊടുത്തത്. ഇവർ കിടന്ന് പ്രാർത്ഥിച്ചും ഉപവസിച്ചും പ്രാപിച്ച ഭൗതിക അനുഗ്രഹങ്ങളാണ്. അതിന് ദൈവമല്ല ഉത്തരവാദി, അത് സാത്താൻ അവർക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയായിത്തീരും. എനിക്കറിയാം എത്രയോ ദൈവമക്കളെന്ന് പറയുന്നത് ഭൗതികം വർദ്ധിച്ചപ്പോൾ അവരുടെ ആത്മീക ദർശനം നഷ്ടപ്പെടുത്തി. അവരുടെ വിശ്വാസം പോയി, അവരുടെ പ്രത്യാശ പോയി, അവരുടെ സന്തോഷം പോയി, അവരുടെ സമാധാനം പോയി. അവരുടെ യാതൊരു ആത്മീയ നിലവാരവും അവർക്കില്ല. ഇടയ്ക്കൊരു സഹോദരി ഞങ്ങളുടെ അച്ചായനോട് പറഞ്ഞു, അവിടെ വിശ്വാസമൊക്കെ പോയി അച്ചായ. ഞാനാണെങ്കിൽ ചോദിച്ചെന്നെ എലി കൊണ്ട് പോയോന്ന് ചോദിച്ചു. വിശ്വാസം പോയി. എവിടെ പോയി? വിശ്വാസം മുമ്പ് നിങ്ങൾക്കില്ലല്ലോ, പിന്നെ എവിടെ പോകാനാ? മുമ്പ് വിശ്വാസിയായിരുന്നോ? ഇല്ല. മുമ്പ് വിശ്വാസിയല്ല, ഇപ്പോഴും വിശ്വാസിയല്ല. ഹല്ലേലൂയ. സജിത്ത് കണ്ണൂർ പെന്തക്കോസ് വിട്ടുപോയെന്ന് ഈ സൗരം ഒരിക്കലും എന്നോട് പറഞ്ഞു. അവൻ പെന്തക്കോസുകാരനല്ല, അവൻ പണ്ടും ദുരുപദേശിയാ, ഇന്നും ദുരുപദേശിയ. ആ പണ്ട് കുറെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വിചാരിച്ചു പെന്തക്കോസുകാരനാണ്, നല്ലൊരു ഉപദേശിയാണ്. അവൻ പണ്ടും ദുരുപദേശിയാണ്, ഇപ്പോഴും ദുരുപദേശിയാണ്. ഇപ്പൊ പിന്നെ ഏറ്റവും വലിയ ദുരുപദേശത്തിന്റെ കൂടായ മാതൃസഭ, അമ്മ സഭ, ഏറ്റവും വലിയ സഭ കാത്തലിക് സഭയാണ്. സഭകളുടെ എല്ലാം മാതാവ്. ശരിയാണ്. ഏത് ക്രിസ്തുവിന്റെ പടയാളികളല്ല, സഭകളല്ല, അതിലേക്ക് പോയി. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമ്പത്തെന്നുള്ളത് ആത്മീകമാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അത് എഫേസ്യർ 4:1 ഫ്ലക്സ് ബോർഡ് അടിച്ച് എല്ലാവരും വീട്ടിൽ കൊണ്ടിടും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിനെ അനുഗ്രഹിച്ച പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ അധികാരിയായിട്ടുള്ള പുത്രനായിട്ട് തന്നെ, ആ പുത്രൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വിഷയത്തിലേക്ക് ഇത്രയും നേരം നമ്മൾ സംസാരിക്കാൻ ഇടയായത്. അത് വിഷയം വിട്ടു പോയതല്ല. യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു, എന്നാൽ അത് ഭൗതികമല്ല, ആത്മീക സമ്പന്നനാണ്. അതുകൊണ്ട് ആ ആത്മീയ സമ്പന്നത പ്രാപിക്കാനാണ് നമ്മൾ ഒരുങ്ങേണ്ടതെന്നാണ് ഇത്രയും നാൾ ഞാൻ നിങ്ങളെ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവസാനം പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാണ്. അപ്പൊ യേശു ക്രിസ്തുവാണ് നമ്മുടെ ഭവനം, അല്ലേ? പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ. അപ്പൊ പ്രത്യാശയുടെ ധൈര്യം,
പ്രശംസ. പ്രത്യാശയുടെ ധൈര്യം എന്തെന്ന് വെച്ചാൽ എന്താ? കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടിരിക്കുക. അത് ധൈര്യമാണ് നമുക്ക്. കർത്താവിൻ്റെ വരവിൽ പോകാമെന്നുള്ളൊരു പ്രത്യാശ നമ്മുടെ ധൈര്യമാണ്. പ്രത്യാശ ആത്മാവിൻ്റെ ഒരു നങ്കൂരമെന്ന് എബ്രായലേഖനം പഠിപ്പിക്കുന്നു 6-ാം അധ്യായത്തിൽ. സ്തോത്രം. അപ്പൊ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം അവൻ്റെ ഭവനമാകും. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. നാം ദൈവത്തിൻ്റെ ഭവനമാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് 8, 9, 10, 11 വാക്യങ്ങൾ വായിച്ചാട്ടെ. കേൾക്കുന്നുവെങ്കിൽ കഠിനമാക്കരുത്. പരീക്ഷിച്ചു. എന്നിട്ട് മതി. ആ ഭാഗങ്ങൾ നിങ്ങൾ ചിന്തിച്ചോ എന്നെനിക്കറിയത്തില്ല. ഞാനൊന്നുകൂടി വായിക്കാം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ടിൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ട് എന്നെ ശോധന ചെയ്തു. ഈ പൗലോസ് ഈ ലേഖനം ആർക്കെഴുതുകയാണ്? എബ്രായർക്ക് എഴുതി. അപ്പം ഈ കോണ്ടാക്ട്സ് കിടക്കുന്ന എബ്രായർ എഴുതുന്നതായിട്ടാണ് ഇത് കിടക്കുന്നത്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. അത് എബ്രായരോട് പറയുന്നത് നമ്മോട് പറയുന്ന എല്ലാം തുല്യം തന്നെ. അങ്ങനെ കഠിനമാക്കിയവരുടെ അവസ്ഥയെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. അവിടെ ഹൃദയം കഠിനമായപ്പോൾ എന്ത് പറ്റി? ദൈവത്തെ പരീക്ഷിച്ചു. ഹൃദയം കഠിനമായി പോയാൽ ദൈവത്തെ പരീക്ഷിക്കുന്നവരായി നമ്മൾ തീരും. അത് മുഖാന്തരം ഉണ്ടായ ദുരന്തങ്ങൾ എന്താണ്? 40 ആണ്ടിൻ്റെ പ്രവൃത്തികളെ കെട്ടിട്ട് എന്നെ ശോധന ചെയ്തു. അവിടെ ഹൃദയം കഠിനമായപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നു, ദൈവത്തെ അവർ ശോധന ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം. ദൈവത്തിന് നമ്മളോട് നീരസം ഉണ്ടായ നമ്മുടെ കാര്യം പോക്കാം. ദൈവത്തിന് നമ്മളോട് ആർദ്രതയും മനസ്സിലും സ്നേഹവും ഉണ്ടാകണം. ദൈവത്തിന് തമ്മിൽ പ്രസാദം ഉണ്ടാകണം. ദൈവം നമ്മിൽ പ്രസാദിക്കണം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പട്ടുപോകാനുള്ള പ്രധാന കാരണം അവരെന്ത് ചെയ്തു? അവിടെ ഹൃദയം കഠിനമായി, അവർ മത്സരികളായി, അവർ ദൈവത്തെ പരീക്ഷിച്ചു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം എടുത്താട്ടെ. ഇസ്രായേൽ മക്കൾ ചെയ്ത 5 പാപത്തിൻ്റെ പട്ടികകൾ അക്കമിട്ട് പൗലോസ് നിരത്തുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ 10-ന്റെ 6-ാം വാക്യം. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടത് തന്നെ. ജനം തിന്മാനും കുടിപ്പാനും എഴുന്നേറ്റു, കളിപ്പാൻ എഴുന്നേറ്റു എന്നെഴുതിയിരിക്കുന്ന പോലെ അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. 5 പാപം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യത്തിൽ ദുർമോഹം, വിഗ്രഹാരാധന, പരസംഗം, ദൈവത്തെ പരീക്ഷിക്കുക, ദൈവത്തെ പിറുപിറുക്കുക. 5 പാപം. ഇവിടെ മത്സരം, ഹൃദയം കഠിനമാക്കൽ, ദൈവത്തെ പരീക്ഷിക്കൽ. പെന്തക്കോസ്തുകാരുടെ പാപത്തിൻ്റെ പട്ടികയായി പറഞ്ഞു വയ്ക്കുന്നതല്ല, വേറെ ഒന്നുമില്ല. നമ്മളിൽ ഇതുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ
ഇസ്രയേൽ മക്കളെ കൈവിട്ട് കളയാൻ, മരുഭൂമിയിൽ തള്ളിക്കളയാൻ, മരുഭൂമിയിൽ അവരെ കൊന്നുകളയാൻ ദൈവത്തിന് ഇടയായ പാപത്തിൻ്റെ പട്ടികകളാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിലും പിന്നെ കൊരിന്ത്യ ലേഖനത്തിലും പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മളിത് നന്നായിട്ട് മനസ്സിലാക്കണം. വചനപ്രഘോഷണം എന്ന് പറഞ്ഞാൽ ആന തരും കൂന തരും എന്ന് പറഞ്ഞ് ആൾക്കാരെ മുൻമുനയിൽ നിർത്തുകയില്ല. വീട് തരും, കാറ് തരും, ലോറി തരും, അത് തരും, വിസ തരും, 5 മക്കളെ 5 രാജ്യത്തേക്ക് അയക്കും. ഇതൊക്കെ ഫേക്കാണ്, ഇതൊക്കെ സാത്താന്യമാണ്. എന്നാലൊരു സഹോദരൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, അവർ കുവൈറ്റിൽ പോകാൻ വേണ്ടി വിസയൊക്കെ എടുത്ത് റെഡിയായിരിക്കുക. അവരോട് ഈ ഒരു കള്ളപ്രവാചകം പറയുക, നിന്നെ കുവൈറ്റിലല്ല, നിന്നെ അമേരിക്കയിൽ തന്നെ ഞാൻ വിടാൻ പോവാം. എൻ്റെ ദൈവമേ, അത് കേട്ടിട്ട് തല ചകിടിച്ചു പോയി. എന്നിട്ട് ഒരു വാക്കുകൂടി ഈ കള്ളം പറഞ്ഞു വെച്ചു എൻ്റെ പുറകെ, നിങ്ങളെപ്പോലെ 10 പേര് പോയിട്ട് വേണം എനിക്കൊന്ന് കാല് നിലത്ത് വയ്ക്കാൻ. അപ്പം എങ്ങനെയുണ്ട്? സ്വന്തമാകൊണ്ടത് തുറന്ന് പറയാൻ ചെയ്യും. ഇന്നത്തെ പെന്തക്കോസ്തുകാർ അവൻ്റെ മുമ്പിൽ പോയി കൈ അടിച്ചിരിക്കുക, വായി നോക്കി. താത്താൻ കയറി നിരങ്ങും നിൻ്റെ തലയിൽ കൂടി. മനസ്സിലായിക്കോ? വിശുദ്ധിയുടെ ഉപദേശം പ്രസംഗിക്കുമ്പോൾ, വ്യക്തിക്ക് വേണ്ടിയുള്ള ഉപദേശം പ്രസംഗിക്കുമ്പോൾ, അകത്തെ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ കരഞ്ഞ് നിലവിളിച്ച് ദുഃഖിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് ശുദ്ധീകരണം പ്രാപിച്ച് നല്ലൊരു ആത്മീകനായി സന്തോഷത്തോടെ പോകേണ്ടതിന് പകരം ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ സന്തോഷിച്ച് തുള്ളുക, അവസാനം നിത്യ നരകത്തിൻ്റെ ആടുകളായിട്ട് പോകേണ്ടി വരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഈ മെസ്സേജിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ് സഹോദരങ്ങളെ. മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ആ പരീക്ഷിച്ചു എന്ന് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. 40 വായിക്കങ്ങോട്ട്. 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വന്നു. ഞാൻ മറ്റുള്ളടത്ത് എവിടെ പോയാലും എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വരും. നമ്മുടെ വിഷയം അതല്ലേ. 40 ആണ്ട് എന്നെ എന്ത് ചെയ്തു? പ്രവൃത്തി കണ്ടിട്ട് ശോധന ചെയ്തു. ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ചിന്തിക്കുക. എന്താ ഈ പ്രവൃത്തി? എവിടെ നോക്കിയത്? അവിടെ ഉടുപ്പ് ജീർണിച്ചു പോയില്ല, അവിടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, പിന്നെ അവർക്ക് കുടിപ്പാൻ വെള്ളം, പിന്നെ അവർക്ക് ഭക്ഷിപ്പാൻ മന്ന, ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറച്ചി. ഇനി എല്ലാറ്റിലുപരി അവരിൽ ഒരു ബലഹീനനും. ഇന്നിപ്പോൾ നമ്മൾക്ക് ബലഹീനന്മാരുടെ കൂട്ടമല്ലേ ബന്ധുക്കൂട്ടുകാർ. ഇരിക്കാനും വയ്യ, നടക്കാനും വയ്യ, കിടക്കാനും വയ്യ. രോഗികളുടെ ഒരു സമൂഹമായി മാറിയില്ലേ? പാപം ചെയ്ത് രോഗത്തിൻ്റെ അടിമയായി തീർന്നിരിക്കുക. രോഗം മനുഷ്യനൊക്കെ വരും, പക്ഷെ പാപം നിമിത്തം രോഗം വരും. ഇപ്പൊ 10-65 വയസ്സൊക്കെ കഴിഞ്ഞാൽ ശരീരത്തിൽ രോഗം പിടിപെടും. അതൊക്കെ ഇപ്പൊ ചെറുപ്പക്കാരൻ 20 വയസ്സുള്ളവൻ കിറിഞ്ചി നടക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 25 വയസ്സായവൻ നമുക്ക് നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാർദ്ധക്യത്തിന്റെ രോഗങ്ങളും ക്ഷീണങ്ങളും വേറെ, അത് നമുക്കുണ്ടാകും. അവരിൽ ഒരു ബലഹീനനും ഇല്ലായിരുന്നു. ശക്തിമാന്മാരുടെ അപ്പം അവർ ഭക്ഷിച്ചു. സ്വർഗീയ മന്ന, ഉയരത്തിലെ മന്ന. ആ മന്ന ഭക്ഷിച്ചു കിടന്ന ഒരുത്തനും എന്തുണ്ടായില്ല? രോഗമില്ലായിരുന്നു. ഒരു ബലഹീനനും ഇല്ലായിരുന്നെന്ന് വായിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു ബലഹീനനും അവരിലില്ലായിരുന്നു. ശക്തന്മാരായിരുന്നു. ഹലോ, അവിടെ മെഡിക്കൽ സെന്റർ ഇല്ലായിരുന്നു, ഹോസ്പിറ്റലുകളില്ല, വൈദ്യന്മാരില്ല. ലക്ഷക്കണക്കിന് ജനം പാളയത്തിൽ തമ്പടിച്ച് കിടക്കുക. 35-40 ലക്ഷം ജനം, 25-30-35 എന്തെങ്കിലും ആയിട്ട് ലക്ഷക്കണക്കിന് ജനം കിടക്കുക പാളയത്തിൽ. ഒരു മെഡിക്കൽ സെന്ററും ഇല്ല, ഒരു വാട്ടർ സപ്ലൈയും ഇല്ല, ഒരു കറണ്ടും ഇല്ല. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദര. ഇവിടെ 8 മണിക്കൂർ കറണ്ട് പോയാൽ നമ്മുടെ ഇടപാട് തീർന്നില്ലേ? പ്രശ്നമായി, ആകെ പ്രശ്നമാണ്. കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഫോൺ ചാർജ് ഇല്ല, നെറ്റില്ല. നെറ്റില്ലെങ്കിൽ ഇരിക്കുന്നത് നെറ്റ് സ്പീഡ് കുറഞ്ഞാൽ മതി. അവൻ പറയും നെറ്റ് സ്പീഡ് കുറഞ്ഞു. 4.5 വയസ്സേ ഉള്ളൂ, നെറ്റില്ലപ്പാ പറയുന്നത് വിളിക്കും. കാരണം കുട്ടികളൊക്കെ അതിന് അഡിക്റ്റായി പോയി. ഈ ലോകത്തിന്റെ സംവിധാനങ്ങളിൽ അഡിക്റ്റായി പോയ വിശ്വാസികളാണിത് ഇന്ന്.
എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മുടെതെല്ലാം നഷ്ടമായാലും, യോ പറഞ്ഞ പോലെ എല്ലാം പോയി, എല്ലാം നഷ്ടമായാലും യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം തന്നു, ദൈവം എടുത്തു, ഒന്നുകൊണ്ട് നമുക്ക് പേടിക്കണ്ടായിരുന്നു. ആകാശം കീഴ്മ വീടയ്ക്കാണ്ടും പറഞ്ഞിട്ട് ലോകം യുദ്ധം നടക്കാൻ പോവുക. എല്ലാവരും തീരട്ടെന്ന് അങ്ങോട്ടെ, ഒരൊറ്റ എണ്ണം ജീവിക്കേണ്ട, എല്ലാം തീരട്ടെ ഒറ്റയടിക്ക്. എന്താ കുഴപ്പം? പ്രത്യാശയോടെ ജീവിക്കുന്നവന് അക്കരെ പോവാ, അല്ലാത്തവനൊക്കെ പോട്ടെ. അല്ല പിന്നെ എന്ത് പറയാനാ? ഹല്ലേലൂയ, സ്തോത്രം. മരുഭൂമിയിൽ ദൈവം ഓരോ നടത്തിയ വഴികളെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ 1000 നാവുകളാണ്. ഇന്ന് നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം വിഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം വിഷാംശമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇന്ന് നാം കുടിക്കുന്ന പാല്, ഇറച്ചി, മീന് ഇതൊക്കെ വിഷാംശം അടങ്ങിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാ ഇസ്രായേൽ മക്കൾക്ക് പാളയത്തിൽ ലക്ഷക്കണക്കിന് ജനത്തിന് ഇറച്ചിയും മന്നയും വെള്ളവും കൊടുത്ത് രാത്രിയാവുമ്പോൾ ഒരുവനോട് ഒരുവൻ കാണാൻ പറ്റാത്ത പോലുള്ള ഇരുട്ടാ. ആ സമയത്ത് ദൈവം എന്ത് ചെയ്യും? പറ സഹോദര,